ശിവ, നീ മൊത്തത്തിലൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരിക. സമ്മതാണ് അച്ചോ. ഡേവിസിനെ കിട്ടാൻ എനിക്ക് സമ്മതമാണ്. എന്റെ കർത്താവേ, അവസാന നിമിഷം നീ എന്നെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു. നല്ല രീതിയിൽ തന്നെ നീ ഇത് അവസാനിപ്പിച്ചു തന്നല്ലോ. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ നടത്തിയാ മതിയച്ചോ. അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നടത്താൻ പറ്റുമോ യോഹന്നാനെ? കുടുംബക്കാർ രണ്ടുപേരും വരണം, മനസ്സമ്മതം നടത്തണം, പിന്നെ 3 വട്ടം വിളിച്ചു ചൊല്ലൽ നടത്തണം. അതിനുശേഷമല്ലേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എന്തായാലും ഇതൊന്നും നടത്തിയില്ലേലും കല്യാണം നടത്താൻ ഞാൻ റെഡിയാ. അച്ഛാ, ഒരു മിനിറ്റ്. അച്ചോ, എന്തായാലും കല്യാണം ഗംഭീരമാക്കണം. നമ്മുടെ ഇടവകയിൽ ഇത്രയും ഗംഭീരമായൊരു കല്യാണം ഇനി ഉണ്ടാകാൻ പാടില്ല. ഹലോ ചേച്ചി. എന്തായി? കല്യാണം ഉറപ്പിച്ചോ? അതതിന്റെ വഴിക്ക് നടന്നോളൂ. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പിച്ചു. കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ടാക്കി ശിവനെതിരെ പോരാടാനല്ലേ? യെസ്, ചേച്ചി പറഞ്ഞ പോലെ ശിവനെതിരെ ഡേവിസിനെ കൊണ്ടുവരിക. ഡേവിസിലൂടെ ശിവന്റെ അവസാനം കാണുക. ചൂണ്ടയിൽ കോർത്തിടുന്നത് നിന്റെ ഭാവി ഭർത്താവിനെയാ. ജീവിതകാലം മുഴുവൻ നിനക്ക് തുണയായി കഴിയേണ്ടവന് ചാവേറായി തിരഞ്ഞെടുക്കുന്നവന്റെ ജാതകം നോക്കുന്നത് ശരിയല്ലല്ലോ. ലക്ഷ്യത്തിലെത്തുക, അതിനുവേണ്ടി എന്തു മാർഗവും സ്വീകരിക്കാം. ആത്യന്തികമായ ലക്ഷ്യം ശിവന്റെ അവസാനം മാത്രം. വെള്ള പുതപ്പിച്ച് കിടത്തും ഞാൻ എന്റെ മുന്നില്. എന്നോട് കാണിച്ച എല്ലാ ക്രൂരതകൾക്കും അവഗണനകൾക്കും അവന്റെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ ഈ ഡേസി പക വീട്ടിയിരിക്കും. ഗുഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ശരി ചേച്ചി. അങ്ങനെ ശാലിനി, ശിവനിലൂടെ ഞാൻ നിന്റെ അടുത്തെത്തും, കാലന്റെ രൂപത്തിൽ. അവൻ എത്തിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. ഓട്ടോക്കാരുടെ ശക്തി എന്താന്ന് ഇന്നവൻ അറിയും. മാർക്കറ്റിൽ CCTV മറ്റോ ഇല്ലാത്ത സ്ഥലത്ത് വേണം അവനെ എത്തിക്കാൻ. കൂട്ടത്തല്ലേ ആള് തീർന്നു പോയാ തെളിവുണ്ടാവരുത്. അങ്ങനെ തീർക്കണ്ട, അതൊക്കെ വലിയ പുലിവാലാവും. 2 എണ്ണം കൊടുത്ത് പേടിപ്പിച്ചു വിട്ടാ മതി. അടിയും ചവിട്ടുമൊക്കെയാ അവിടെ നടക്കാൻ പോകുന്നത്. അവന്റെ ജീവനെ യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അവനെങ്ങനെ തട്ടിപ്പോയാ പോയി, അവന്റെ സമയം പോലെ ഇരിക്കും. ഞാനിവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊള്ളാം. ശിവനോ? സത്യം ചേട്ടാ, ഇന്നലെ ആയിരുന്നു അടവിന്റെ ദിവസം. അത് റെഡിയാ. ഞാൻ ശിവനെ ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. എന്താടാ, ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നതാണോ? നിന്നെ കുറച്ച് ഉപ്പുവെള്ളം കുടിപ്പിക്കാൻ പറ്റുമെന്നറിയാൻ വന്നതാടാ. നിനക്ക് കിട്ടിയതൊന്നും പോരാടാ. നിന്റെ ഇവിടുത്തെ ആളുകളെ ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ
നിനക്കെതിരെ ഞങ്ങളുടെ യൂണിയനില് ഞാൻ ചെറിയൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആഹാ, അത് കൊള്ളാലോ. ഏത് യൂണിയൻ? ഓട്ടോ തൊഴിലാളി യൂണിയൻ. ആ, എനിക്കറിയാവുന്ന ഓട്ടോ തൊഴിലാളി യൂണിയൻ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാ. അവരൊന്നും ഇതുപോലുള്ള പരിപാടികൾക്ക് വരാറില്ല. ഹ, വരുമ്പോ കാണാലോ. എന്തായാലും നീ പേടിച്ച് മുള്ളിപ്പോകാതിരുന്നാ മതി. ആ, പോവാനോ? അതും പേടിച്ച്. അതും ഈ ഞാൻ. ആ, ഞാനിവിടെ തന്നെ കാണും. ഇനി എന്തായാലും അവര് വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. വിട്ടോടാ, പോടാ. ചോപ്പും അറിയില്ല, പണിയും ചോദിച്ച് വന്നിരിക്കുക. അതും ഈ ശിവന്റെ അടുത്ത്. ലീഡർ വന്നില്ലേ? ദാ കാണ്, ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. എവരുടെ ആള്? ആ കടക്കകത്താ. പുറത്തേക്ക് ഓടി വന്നാ ഒന്നും നോക്കണ്ട, വെച്ച് കീറിക്കൊള്ളണം. ഡാ, ഒരു വടി ഇവനും കൊടുത്തേക്ക്. ഓടിയാ അടിച്ച് വീഴ്ത്തിക്കൊള്ളണം കേട്ടാ. ഡാ ടൂൾസറാ, ആ, ഇന്നവന്റെ അന്ത്യോ. ലീഡറെ, ഞാൻ പറഞ്ഞില്ലേ, പേടിപ്പിച്ചു വിട്ടാ മതി, കൊല്ലണ്ട. ഇനി എന്ത് വേണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. എന്ത് വന്നാലും നിനക്കൊന്നും സംഭവിക്കില്ല. ഇത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. അവനെ ഇന്ന് ശിവ, നീ മൊത്തത്തിലൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരിക. ഡാ, ആശാനോ? നീ എന്താടാ ഇവിടെ? ഒന്നുമില്ല, ചുമ്മാ. ചൂടേ. അല്ല, ആശാൻ സംസാരിച്ചോ? ചുമ്മാതെയോ? അപ്പൊ ഓക്കെ. അവന്റെ ഇന്ന്